എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരുവഴിയിലേക്ക് സ്വാഗതം. നമ്മൾ SLC +2 റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അപ്ഡേറ്റുകൾ നമ്മൾ ദിവസേന കാണാറുള്ളതാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ. പക്ഷേ +1 റിസൾട്ട് എന്ന് വരുമെന്നുമായി ബന്ധപ്പെട്ട് എന്താണ് വീഡിയോകൾ ചെയ്യാത്തത് എന്നൊരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത്. +1 റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക? ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? വിശദമായ അപ്ഡേറ്റിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നമ്മൾ SLC +2 പരമായുള്ള നിരവധി വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു സംശയമാണ് +1 റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മെയ് മാസം 28-നാണ് +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം മാത്രമാണ് മെയ് മാസം 28-ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സാധാരണ എല്ലാ വർഷങ്ങളിലെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജൂൺ ഓർ ജൂലൈ എന്നായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സാധാരണയുള്ള എല്ലാ വർഷങ്ങളിലും. കഴിഞ്ഞ വർഷം മാത്രം മെയ് മാസം 28-ന്. ഞാനിപ്പോൾ 2022-ൽ +1 പഠിക്കാൻ പ്രവേശനം കയറി. 2023 ജൂലൈ 15-നാണ് ജൂലൈ 15 ഓർ 17-നാണ് എൻ്റെ +1 റിസൾട്ട് വരുന്നത്. അങ്ങനെയുള്ള എല്ലാ വർഷത്തെ +1 റിസൾട്ടും ജൂൺ ഓർ ജൂലൈയിലാണ് വരാറ്. കഴിഞ്ഞ വർഷം മാത്രം മെയ് മാസം 28-ന് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ വർഷം എന്ന് വരുമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ഡേറ്റ് എന്നുള്ളത് മെയ് ഓർ ജൂൺ ആണ്. മെയ് ഓർ ജൂണിനകം നിങ്ങളുടെ റിസൾട്ട് വരും. കാരണം സാധാരണ വർഷങ്ങളിൽ ജൂൺ ഓർ ജൂലൈ ആണെങ്കിൽ ഈ വർഷം മെയ് ഓർ ജൂണിൽ തന്നെ വരും. കാരണം കഴിഞ്ഞ വർഷം മെയ് മാസം 28-ാം തീയതി പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രിയ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം SLC പരീക്ഷാഫലം പുറത്തുവിടും. കാരണം അവർക്ക് +1 അലോട്ട്മെൻ്റ് ഉണ്ട്. ശേഷം +2 പരീക്ഷാഫലം പുറത്തുവിടും. കാരണം അവർക്ക് ഡിഗ്രി പോലെയുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകണം. എന്നാൽ +1 ഫലം ഇങ്ങനെ വൈകുന്നത്, +1 പരീക്ഷാഫലം അതിനുശേഷം മാത്രമേ പുറത്തു വരുള്ളൂ. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ്, എന്താണ് സാർ +1 റിസൾട്ട് ഇങ്ങനെ വൈകുന്നത്? +1 റിസൾട്ട് വൈകാനുള്ള റീസൺ എന്താണ്? പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞു SLC കഴിയുന്ന വിദ്യാർത്ഥിക്ക് +1 അലോട്ട്മെൻറ്റ് പോകണം. +2 കഴിയുന്ന വിദ്യാർത്ഥിക്ക് ഡിഗ്രി പോലുള്ള അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും, ഈ SLCക്കാർക്കും +2കാർക്കും, SLCക്കാർക്ക് +1-ന് പോകണമെങ്കിലും +2കാർക്ക് ഡിഗ്രിക്ക് പോകണമെങ്കിലും എന്ത് വേണം? ഈ റിസൾട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഒരു +1 പഠിക്കുന്ന ഇപ്പോൾ +1 കഴിഞ്ഞ് ഇനി +2ലേക്ക് കയറാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എന്താണ്, ആ വിദ്യാർത്ഥി +2 പഠനം കണ്ടിന്യൂ ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണ്. പെട്ടെന്ന് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്കിനി സപ്ലിമെൻ്ററി ഓർ ഇമ്പ്രൂവ്മെൻ്റ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കിനി നിങ്ങളുടെ +2 മെയിൻ എക്സാമിനൊപ്പം ഈ വരാൻ പോകുന്ന 2026 ഏപ്രിൽ മാസത്തിൽ മാത്രമേ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്കിനി മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതും എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയ് ഓർ ജൂൺ തന്നെ പറയാം. ഉറപ്പിച്ചൊരു ഡേറ്റ് പറഞ്ഞില്ല. പ്രിയ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിച്ചാലും അറിയാനുള്ളൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് +1 റിസൾട്ട് 2025 റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. പ്രിയ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മെയ് ഓർ ജൂണിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും. എന്ന് വരുമെന്ന് കൃത്യമായി പറഞ്ഞില്ല. കാരണം കഴിഞ്ഞ വർഷം മെയ് മാസം 28-ന് വന്നു. സാധാരണ എല്ലാ വർഷങ്ങളിലും ജൂൺ ഓർ ജൂലൈയിലാണ് വരാറ്. എന്തായാലും നിങ്ങൾക്കൊരു മെയ് ഓർ ജൂണിൽ എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ആദ്യം SLC പരീക്ഷാഫലം, പിന്നീട് +2 പരീക്ഷാഫലം, അതിനുശേഷമേ +1 പരീക്ഷാഫലം വരികയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയം, ദ ഫൗണ്ടർ ഓഫ് Career4Tech, ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.